വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീക്ക് യൂറോ യു സിയുടെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് മാക്രോ സെറ്റപ്പുകളെ കുറിച്ചാണ്. ആൻഡ് അതിൻ്റെ ഔട്ട്കംസ് എന്താണ്, മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു വീക്കിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ വരുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു വീക്ക് ഞാൻ ജസ്റ്റ് ഒരു 1 to 2 days ആണ്, 3 days ആണ് കാര്യമായിട്ട് ട്രേഡ് ചെയ്തെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് 3 ട്രേഡ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ പ്രീവിയസ് വീക്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ട്രേഡ്സ് കുറവായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ 3 ട്രേഡ്സിൽ 2 ട്രേഡ് ബ്രേക്ക് ഈവൻ ആയിരുന്നു ആൻഡ് ഒരു ട്രേഡ് SL ആയിരുന്നു. ആൻഡ് ഈ ഒരു വീക്ക് നോക്കുവാണെങ്കിൽ കുറച്ചധികം ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ശരിക്കും കുറച്ചധികം ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയുടെ അകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ വരുന്നത് എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയാണ്, അതായത് 19th ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ട്രേഡ് വന്നിട്ട് SL ആയിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ട്രേഡ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് തരാം. 19-ാം തീയതി ന്യൂയോർക്ക് മാക്രോയിലായിരുന്നു ഫസ്റ്റ് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 19th ലെറ്റ്സ് സീ. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ട് സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ബാരിഷ് ഓർഡർ ഫ്ലോയിലാണ് പ്രൈസ് പൊയ്ക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു 15 minute ചാർട്ട് നോക്കുവാണെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ബാരിഷ് ഓർഡർ ഫ്ലോ തന്നെയായിരുന്നു. 19th. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ട് സോ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ബാരിഷ് ഓർഡർ ഫ്ലോയിലാണ് പ്രൈസ് പൊയ്ക്കൊണ്ടിരുന്നത്. സോ പെട്ടെന്ന് ഒരു SMT വന്നപ്പോഴാണ് ആ ഒരു ട്രേഡ് മാക്രോയുടെ അകത്തൊരു SMT കൂടി കിട്ടിയപ്പോഴാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കുറച്ച് റീസൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോയുടെ അകത്ത് വന്നപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. ആൻഡ് സെയിം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 651 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ യൂറോ യൂസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ആൻഡ് സെയിം ടൈമിൽ നമ്മൾ ഡോളറിൽ നോക്കുവാണെങ്കിൽ ഡോളറിൽ ആ ഒരു സമയത്ത് ആ ഒരു ഹയർ ഹൈഡ് ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ യൂറോയിൽ ഒരു ഫെയിൽ ടു ടേക്ക് ദ ലോവർ ലോ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ആ ഒരു സമയത്ത് ഒരു SMT ഡൈവേർജൻസ് വന്നു. എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് മാക്രോയുടെ അകത്തോട്ട് വന്നപ്പോൾ ആഫ്റ്റർ ഒരു 720 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്മോൾ ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. അതിനുശേഷം ഒരു അപ്പോ സൈഡിനോട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഒരു ബ്രേക്കറായിട്ട് എടുത്തു. ആൻഡ് ബ്രേക്കറിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റിജക്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിലായിരുന്നു ഞാൻ ഫസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്മോൾ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, ഒരു 3.2 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ആൻഡ് ജസ്റ്റ് ഒന്ന് അപ്സൈഡ് പോയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ഈ ഒരു ഏരിയയിൽ വെച്ച് നോക്കുവാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ SL എടുത്തിട്ടുണ്ട്. സോ ഞാനത് കമ്മ്യൂണിറ്റിയിൽ ആ ഒരു സമയത്ത് തന്നെ എടുക്കുന്ന സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ദിവസം തന്നെ ലണ്ടൻ സെഷൻ നോക്കുവാണെങ്കിൽ കുറച്ചധികം SMTയുടെ ബേസിൽ തന്നെ കുറച്ചധികം ട്രേഡ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഞാനൊരു ബുള്ളിഷ് ബയാസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ട്രേഡ്സ് മിസ്സായി. ബട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സൊക്കെ ആ ഒരു ബാരിഷ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതായിരുന്നു ആ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ആ ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആ ബയാസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുമായിരുന്നു. ഓക്കെ, നല്ലൊരു ഇവിടെ ഒരു SMT വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു, ബ്രേക്കറിലോട്ട് പ്രൈസ് വന്നു, റിജക്ഷൻ, ഈസി 1:2. ഓക്കെ, സോ അതിന് ശേഷം അത് സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ അന്നത്തെ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ട്രേഡ് ന്യൂയോർക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ബട്ട് അത് അൺഫോർച്ചുനേറ്റ്ലി ഒരു SL ആയിരുന്നു. ഓക്കെ, ആൻഡ് ആ ഒരു ട്രേഡ് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ട്രേഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും SL ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ നോക്കുവാണെങ്കിൽ എഗെയിൻ നമ്മുടെ ന്യൂയോർക്കിൽ തന്നെയാണ് ആ ഒരു ട്രേഡും എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. അതും ഒരു SMTയുടെ ബേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡായിരുന്നു. നെക്സ്റ്റ് ഡേ, അതായത് 20-ാം തീയതി.
ഓക്കെ. സോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 15 മിനിറ്റിലുള്ള ഒരു FEG ആയിരുന്നു ഇവിടെ വെച്ചിട്ട്. ആൻഡ് ആ ഒരു സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മാക്രോയുടെ അകത്തോട്ട് വന്നപ്പോൾ ഓക്കെ. സോ ഇതാണ് നമ്മുടെ മാക്രോ. 15 മിനിറ്റിലുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു ഈ ഒരു ഏരിയ. ഓക്കെ. സോ മാക്രോയുടെ അകത്തോട്ട് വന്നപ്പോൾ സ്റ്റാർട്ടായ സമയത്ത് പ്രൈസ് അപ്പ് സൈഡ് പുഷ് ആയിരുന്നു. ബട്ട് ഓൾമോസ്റ്റ് എൻഡ് ആവാറായ സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ലിക്വിഡിറ്റി എടുത്തു ആൻഡ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു. ആൻഡ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, സെയിം ടൈമിൽ നമ്മൾ ഡോളർ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയുടെ അകത്ത് ഒരു ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് സെയിം ടൈമിന് യൂറോക്ക് ഈ ഒരു ഹൈ ടേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ആ ഒരു സമയത്ത് അവിടെ ഒരു SMT ഡൈവേർജൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് SMTക്ക് ശേഷം ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ ഒരു ബ്രേക്കറായിട്ട് എടുത്തു. ആൻഡ് ഈ ഒരു ക്യാൻഡിൽ തന്നെ ബ്രേക്കറിൽ വന്നിട്ട് റിജക്ഷൻ വന്നപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിലായിരുന്നു ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഓൾമോസ്റ്റ് ഒരു 7 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ആൻഡ് ടാർഗറ്റായിട്ട് ഈ ഒരു ലോ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ ഞാൻ നോർമലി ചെയ്യണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1:1 ആവുന്ന സമയത്ത് ഒരു 7 പിപ്സ് ഒക്കെ കയറുന്ന സമയത്ത് പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ട് ബ്രേക്ക് ഈവൻ ചെയ്യാറുണ്ട്. ആൻഡ് ഈ ഒരു ട്രേഡ് ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആയിരുന്നു. സോ ഇവിടെ ഓക്കെ, ഇത് അതിൻ്റെ ഒരു റിയൽ ടൈം ഡാറ്റാസ് ആയിരുന്നു. സോ സെയിം ടൈമിന് ഡോളറിൽ US ഡോളറിലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. ആൻഡ് സെയിം ടൈമിന് യൂറോക്ക് ആ ഒരു ഹയർ ഹൈ ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. സൈൻ ഓഫ് വീക്ക്നെസ്, അതിൻ്റെ ബേസിലായിരുന്നു ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ വെച്ച് ഞാനതൊരു ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആയിരുന്നു, ബിയിൽ അത് എക്സിറ്റ് ചെയ്തു. ബട്ട് ആ ഒരു ദിവസം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒരു ബൈ സൈഡ് ട്രേഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇതൊക്കെ ആ ഒരു സൈഡിനോട്ട് തന്നെ പോയിട്ടുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ട്രേഡ് വന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡേ, അതായത് ഇന്നലെ 21-ാം തീയതി യൂറോ USDയിലായിരുന്നു. സോ യൂറോ USDയിൽ ഹൈ ടൈം ഫ്രെയിമിൽ ഒരു SMT ഡൈവേർജൻസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് നമ്മുടെ 4 hour ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് 4 hour ഓക്കെ, അതായത് ഇവിടെ ഇതായിരുന്നു പ്രീവിയസ് ഡേ ലോ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നലെ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയുടെ അകത്ത് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാണാം. അതായത് ജസ്റ്റ് ഞാൻ 15 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് ഈ ഒരു ഏരിയ, സോ ഇതായിരുന്നു പ്രീവിയസ് ഡേ ലോ. സോ ഇവിടെ വെച്ചിട്ട് ഒരു ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു ഒരു 11:30 ആയ സമയത്ത്. സോ സെയിം ടൈമിന് നമ്മൾ ഡോളർ നോക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു 11-15 ആയ സമയത്ത് അവിടെ ഒരു ഹയർ ഹൈയാണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഈ ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി എടുത്തു. ആൻഡ് സെയിം ടൈമിന് യൂറോയിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ ഒരു പ്രീവിയസ് ഡേ ലോ അല്ലെങ്കിൽ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ യൂറോക്ക് പറ്റിയില്ല. സോ മീൻസ് യൂറോയിൽ മോർ ബയേഴ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു എൻട്രി എടുക്കാനുള്ള റീസൺ, ഓക്കെ, ഞാൻ ഡ്രോയിങ്സ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു മാക്രോ ടൈമിലോട്ട് പറഞ്ഞതിന് മുന്നേ ഓക്കെ, സോ ഇവിടെയാണ് ആ ഒരു SMT ക്രിയേറ്റ് ആയത്. സോ SMTക്ക് ശേഷം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ, അതൊരു ബ്രേക്കറായിട്ട് എടുത്തു. ആൻഡ് ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ച് റിട്രേസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ആൻഡ് അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയുടെ അകത്ത്, ഇവിടെ തന്നെ. ഓക്കെ, ഇതായിരുന്നു ആ ഒരു ക്യാൻഡിൽ. അപ്പോൾ ആ ഒരു ബ്രേക്കർ ഫോമായിട്ട് അതിൻ്റെ അകത്തോട്ട് പ്രൈസ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ഏരിയയുടെ അകത്തോട്ട് പ്രൈസ് തിരിച്ചു വന്നപ്പോഴായിരുന്നു ആ ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ജസ്റ്റ് ആ ഒരു എൻട്രി എടുത്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. സോ ഇവിടെ വെച്ചിട്ട് ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് വന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ആ ഒരു 15 മിനിറ്റ് ബ്രേക്കർ, ഇതായിരുന്നു നമ്മുടെ മാക്രോ. ആൻഡ് മാക്രോയുടെ അകത്തോട്ട് ഓൾമോസ്റ്റ് എൻഡ് ആവാറായപ്പോൾ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ബ്രേക്കറായിട്ട് അവിടെ എടുത്തു. ആൻഡ് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രൈസ് ഔട്ട് പോയത് കാണാം. പക്ഷേ അതിന് ശേഷം സ്ട്രോങ് ആയിട്ട് വന്നിട്ട് ആ ഒരു ബ്രേക്കറിൻ്റെ മുകളിൽ തന്നെ പ്രൈസ് ക്ലോസ് ചെയ്ത സമയത്ത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിലായിരുന്നു ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്, അതായത് ഈ ഒരു സമയത്ത്. സോ ഇവിടെ ആയിട്ട് എൻട്രി നോക്കി. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഈ ഒരു സ്വിംഗ് ലോ ആ ഒരു ബോഡി ലോയിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഓൾമോസ്റ്റ് ഒരു 6.5 പിപ്സ്. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒരു 1:2 ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രൈസ് എന്തായിരുന്നു, സോ ടാർഗറ്റിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ 1:1 ആയപ്പോൾ ഞാൻ പാർഷ്യൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഓൾമോസ്റ്റ് ഒരു 6 പിപ്സ് പോയ സമയത്ത് ഈ ഒരു ഹൈഡൊക്കെ മുകളിൽ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്ത സമയത്ത്
അതായത് ഓൾമോസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞാൻ പാർഷ്യൽസ് എടുത്തു. പാർഷ്യൽസ് എടുക്കുന്ന സമയത്ത് ഞാനത് ബ്രേക്ക് ഈവൻ ചെയ്ത് വെക്കാറുണ്ട്. സോ ഇവിടെ കാണാം ടുക്ക് സം പാർഷ്യൽസ് SL to BE. പക്ഷേ അതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ താഴോട്ട് വന്നു. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ബ്രേക്ക് ഈവൻ എടുത്തു. ദെൻ ഒന്നുകൂടെ താഴെ പോയി SL എടുത്തു. SL എടുത്തതിന് ശേഷം എഗെയിൻ പ്രൈസ് അപ്പ് സൈഡ് പോയിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നലെ അല്ലെങ്കിൽ ഈ വീക്ക് ഞാൻ മൊത്തത്തിൽ യൂറോ USD അകത്ത് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് മാക്രോ ട്രേഡ്സ്. ഓക്കെ, ഇതായിരുന്നു അതിൻ്റെ കുറച്ച് എക്സിക്യൂഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും കുറച്ച് മാക്രോ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നലൊക്കെ ഒരു കൈൻഡ് ഓഫ് ബ്രേക്ക് ഈവൻ പ്ലസ് പാർഷ്യൽസ് ആ ഒരു രീതിയിലുള്ള കുറച്ച് ട്രേഡ്സ് ആയിരുന്നു. സോ ജോസഫിന് ബ്രേക്ക് ഈവൻ ആയിരുന്നു, പിന്നെ ദിൽഷിന് പാർഷ്യൽസ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇന്നലെ ന്യൂയോർക്ക് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ന്യൂയോർക്കും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കുറച്ച് ട്രേഡ്സ് എടുത്തിട്ടുണ്ട്, ഒരു ലോസ് ഒരു ടാർഗറ്റ് എന്നുള്ള രീതി. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു വീക്കിലുള്ള കാര്യങ്ങൾ പോയിട്ടുള്ളത്. സോ കൂടുതൽ മാക്രോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.